ഓരോ തവണയും ഇപ്പൊ മലയാളപ്പുഴ മോഹൻ മുതൽ ഇങ്ങോട്ട് ചോദിക്കുന്നത് ചേച്ചിയുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് എന്നാണ്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ? ഇനി പറയേണ്ടത് ഹൈക്കോടതിനകത്ത് വിട്ടല്ലോ, ഇപ്പൊ സുപ്രീം കോടതിയോടല്ലേ ഇനി പറയേണ്ടത്. ഞാൻ അവർ സുപ്രീം കോടതിയിൽ ഒരു രഹസ്യമൊഴി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചാനലിൽ വന്നിട്ടുള്ളൂ. കാരണം അജ്ഞാത സ്ത്രീ ഇങ്ങനെ വെളിപ്പെടുത്തിയെന്നാണ് മലയാളി ഇൻസൈഡിൽ ഒരു വാർത്ത വരുന്നത്. അപ്പോഴാണ് ഞാൻ ഇതിനകത്ത് സുപ്രീം കോടതിയിൽ ചേച്ചി രഹസ്യമൊഴി കൊടുത്തു. ഞാൻ ഒരു രഹസ്യമൊഴി കൊടുത്തതുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് വെച്ചാൽ അതിന് ശേഷമാണ് ഞാൻ നിങ്ങളടിക്കലും വന്നത്. അല്ല, ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇല്ല, ഇവിടെ നവീൻ ബാബു സാറിന്റെ വൈഫല്ലേ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേരളത്തിൽ നിന്ന് എനിക്കുണ്ടായ കുറേ അവസ്ഥകളും നവീൻ ബാബു സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അവസ്ഥകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. നമസ്കാരം. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ കൊലപാതകം അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹമരണം. ADM നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിന് പിന്നിലുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കേസ് വിസ്താരം കേട്ട സിംഗിൾ ബെഞ്ച് ജഡ്ജി കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിൽ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തന്നെ ധാരാളമാണ്, പോരാ എന്നുണ്ടെങ്കിൽ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥന് കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് CBI അന്വേഷണം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധിയുണ്ടായത്. ഈ ഉത്തരവിനെ തുടർന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുകയുണ്ടായി. എന്നാൽ ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ ഏർപ്പെടുത്തിയ അഭിഭാഷകൻ മലക്കം മറിയുകയായിരുന്നു. CPMന് വേണ്ടി PP ദിവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPMന്റെ ഒത്താശയോടുകൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടത്. ഒരു കാരണവശാലും നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അഴിക്കുന്നതിന് വേടി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നില്ല, CBI അന്വേഷണം മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി തന്നെ CPMന്റെ ഒത്താശയോടുകൂടി നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷയെയും കുടുംബത്തെയും ഈ അഭിഭാഷകൻ ഹൈക്കോടതിയെ വഞ്ചിക്കുകയായിരുന്നു. അഭിഭാഷക സമൂഹത്തിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് നവീൻ ബാബുവിന്റെ കുടുംബം അഭിഭാഷകനോട് പറഞ്ഞു. എന്നാൽ പിന്നീട് നവീൻ ബാബുവിന്റെ കുടുംബം അഭിഭാഷകനോട് കോടതിയിൽ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ മാറ്റി പറയണം എന്ന് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞ വാക്ക് പറഞ്ഞത് തന്നെയാണ്, മാറ്റി പറയാൻ സാധിക്കില്ല എന്ന ധാർഷ്ട്യത്തോടു കൂടി അഭിഭാഷകന് നിലകൊള്ളുകയായിരുന്നു. ഇതിനെതിരെ ബാർ കൗൺസിലിൽ നവീൻ ബാബുവിന്റെ ഭാര്യ അഭിഭാഷകനെതിരെ കേസ് കൊടുക്കും എന്ന് തന്നെയാണ്, പരാതി കൊടുക്കും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ തന്നെ നാടകീയമായ മറ്റു ചില മുഹൂർത്തങ്ങൾ കൂടി കേരളം സാക്ഷ്യം വഹിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏക ദൃക്സാക്ഷി എന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിലെ പൊതുപ്രവർത്തകയായ വീണാമണി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ താൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ക്രൈം ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ വീണാമണി പറഞ്ഞത്. ക്രൈം ഓൺലൈനിന്റെ കറസ്പോണ്ടന്റായ ഐശ്വര്യയുമായി നടത്തിയ അഭിമുഖത്തിലാണ് വീണാമണി ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. താൻ പറയുന്ന വസ്തുതകളിൽ ആർക്കെങ്കിലും വിശ്വാസ്യതയില്ലെങ്കിൽ തന്നെ നോർക്കോട്ടിക് അനാലിസിസിന് വിധേയമാക്കാം. മറിച്ച് കണ്ണൂർ കളക്ടറായ അരുൺ വിജയിനെയും കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PP ദിവ്യയെയും, അതായത് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരേ ഒരു പ്രതിയായ PP ദിവ്യയും കണ്ണൂർ കളക്ടറും PP ദിവ്യയും നാർക്കോട്ടിക് അനാലിസിസിന് തയ്യാറുണ്ടോ, നുണപരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ചോദിക്കുന്നത്. ക്രൈം ഓൺലൈന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ തന്നെയാണ് വീണാമണി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. താൻ പറയുന്നത് നുണയാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നുണ്ടെങ്കിൽ താൻ നുണപരിശോധനയ്ക്ക് വിധേയയാകാൻ തയ്യാറാണ്. എന്നാൽ കണ്ണൂർ കളക്ടറും PP ദിവ്യയും നവീൻ ബാബുവിന്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനും അടക്കമുള്ള ആളുകൾ നവീൻ ബാബുവിന്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനും നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തുമെല്ലാം നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ തയ്യാറുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ വീണാമണി ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നവീൻ ബാബുവിന്റെ മരണത്തിന് പിറകിലെ ദുരൂഹതകൾ പുറത്തു വരും എന്ന് തന്നെയാണ് വീണാമണി ക്രൈമിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. തീർച്ചയായും താൻ അതിന് തയ്യാറാണ്. താൻ പറയുന്നത് നുണയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരം ഒരു നുണപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊള്ളൂ എന്ന് തന്നെ വീണാമണി പറയുമ്പോൾ വീണാമണിക്ക് ഉറച്ച വിശ്വാസമുണ്ട് നവീൻ ബാബുവിനെ CPMന്റെ കണ്ണൂർ ലോബി ചേർന്ന് കൊലപ്പെടുത്തിയതാണ്. അതിന്റെ പുറകിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതിന് കൃത്യമായ വിവരം കിട്ടണം എന്നുണ്ടെങ്കിൽ PP ദിവ്യയെയും, അതായത് നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിൽ പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന ഏക പ്രതി PP ദിവ്യയെയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയിനെയും ADM നവീൻ ബാബുവിന്റെ ഡ്രൈവറായ ഷംസുദ്ദീനെയും ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തിനെയുമെല്ലാം നുണപരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ
ഈ വിഷയത്തിലെ ഉള്ളുകളികൾ പുറത്തറിയാൻ സാധിക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ, നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തറിയും എന്ന് തന്നെയാണ് വീണാമണി പറയുന്നത്. വീണാമണി ക്രൈം ഓൺലൈന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഓരോ തവണയും ഇപ്പൊ മലയാളപ്പുഴ മോഹൻ മുതൽ ഇങ്ങോട്ട് ചോദിക്കുന്നത് ചേച്ചിയുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് എന്നാണ്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ? മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫോണിൽ വെച്ച് ഞാൻ നടക്കില്ലല്ലോ. ഫോണിൽ വെച്ച് ഒരിക്കലും നടക്കൂലല്ലോ. പബ്ലിക്കായിട്ട് ഞാൻ പറയില്ല. അവരോട് എനിക്ക് എന്തെങ്കിലും കോടതിയോടല്ലേ, സുപ്രീം കോടതിയോട് ഇനി പറയേണ്ടത് ഹൈക്കോടതിനകത്ത് വിട്ടല്ലോ. ഇപ്പൊ സുപ്രീം കോടതിയോടല്ലേ ഇനി പറയേണ്ടത്. ഞാൻ അവർ സുപ്രീം കോടതിയിൽ ഒരു രഹസ്യമൊഴി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചാനലിൽ വന്നിട്ടുള്ളൂ. കാരണം അജ്ഞാത സ്ത്രീ ഇങ്ങനെ വെളിപ്പെടുത്തി എന്നാണ് മലയാളി ഇൻസൈഡിൽ ഒരു വാർത്ത വരുന്നത്. അപ്പോഴാണ് ഞാൻ ഇതിനകത്ത് സുപ്രീം കോടതിയിൽ ചേച്ചി രഹസ്യമൊഴി കൊടുത്തു. ഞാൻ ഒരു രഹസ്യമൊഴി കൊടുത്തതുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് വെച്ചാൽ അതിന് ശേഷമാണ് ഞാൻ നിങ്ങളടുക്കെല്ലാം വന്നത്. അല്ല, ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇല്ല, ഇവിടെ നവീൻ ബാബു സാറിന്റെ വൈഫല്ലേ കൊടുത്തില്ല എന്നുള്ളൂ. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേരളത്തിൽ നിന്ന് എനിക്കുണ്ടായ കുറേ അവസ്ഥകളും നവീൻ ബാബു സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അവസ്ഥകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. അതായത് പിന്നെ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞാൽ നവീൻ ബാബു സാർ മരണപ്പെടുന്നത് ഒരു 14 അങ്ങനെ ഒരു ഡേറ്റിനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒക്ടോബർ, നവംബറിൽ അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം. അന്നേ ഞാൻ പറയുന്നുണ്ട് മോളോട്, ഞാൻ സുപ്രീം കോടതി പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. കാരണം നമ്മൾ വേണ്ട തെളിവുകൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണെങ്കിലും ഞാൻ ഏത് സമയത്തും കോടതിയിൽ, സുപ്രീം കോടതി ഇനി ഹാജരാകാൻ തയ്യാറാകും. ഇനി ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം ഞാൻ ഇതിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ FIR ഇട്ടിട്ടില്ല. പ്രശാന്തിൻ്റെ പേരിൽ ഇവർ FIR ഇട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒളിച്ചു നിൽക്കുന്ന വേറെയും കഥാപാത്രങ്ങളുണ്ട്. അതായത് അന്ന് നവീൻ ബാബു സാറിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം അവിടെ ചാനലിൽ പകർത്തിയ ഒരു ബിരുദനില്ലേ അവിടെ, ഇതൊക്കെ പകർത്തിയിട്ട് ഈ നവീൻ ബാബു ഇങ്ങനെയാണെന്നും ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട ഒരു മാന്യനില്ലേ, ആ മാന്യൻ്റെ എതിരെ FIR ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ 2 വ്യക്തികളുടെ പേരിലും FIR ഇട്ടിട്ട് അവരെ ജയിലിൽ അടക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ അത് ചെയ്തില്ല. അതും കൂടി നമ്മളിപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തണ്ടല്ലോ. പിന്നെ തലശ്ശേരി കോടതിയിൽ അവർ കൊടുത്തിരിക്കുന്നത് ദിവ്യന്റെ പേരിൽ മാത്രമാണ്. ദിവ്യ മാത്രമെന്നല്ല ഇതിനകത്തുള്ള കുറ്റക്കാരികൾ. അതെ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെ ദിവ്യ മാത്രമല്ല പ്രതി എന്നുള്ളത് നമ്മൾ കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ MV ജയരാജന്റെ ഇപ്പോഴത്തെ അവസാനത്തെ ഒരു കുറ്റസമ്മതവും അത് ഏറ്റുപിടിച്ചുകൊണ്ടുള്ള, അതായത് ദിവ്യയെ തള്ളിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് വന്നതുമൊക്കെ എന്തിൻ്റെ കളികളാണ്, ഇതിന് പിന്നിൽ എന്താണ്, ദിവ്യയെ മാത്രമായിട്ട് ഒതുക്കി ഇതൊരു ആത്മഹത്യ മാത്രമാക്കി ഒതുക്കാനുള്ളൊരു കളിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നവീൻ ബാബു എന്ന് പറയുന്ന ആൾക്ക് നീതി കിട്ടണം എന്നുള്ളതിൽ നിന്ന് ഒരു തരിമ്പ് പോലും നമ്മൾ പിന്നോട്ടില്ല. അത് മഞ്ജുഷ മാഡം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ശ്രീകുമാറിനെ മാറ്റിയിരിക്കുന്നത്. പക്ഷെ അവിടെ ചേച്ചി പറഞ്ഞതുപോലെ മഞ്ജുഷ മാഡം ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മഞ്ജുഷ മാഡത്തിനെ ചതിച്ചത് ശ്രീകുമാർ മാത്രമാണോ അതോ കൂടെ നിൽക്കുന്ന ആരെങ്കിലും? അല്ല, ഇപ്പോൾ എനിക്ക് അവരുടെ അനിയനെ പോലും എനിക്ക് വിശ്വാസമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് രാത്രി അവിടെ, അതായത് വണ്ടി കയറി പിറ്റേ ദിവസം രാവിലെ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് അനുജനോട് എല്ലാ കാര്യം പറഞ്ഞു. അവരൊരു അഡ്വക്കേറ്റ് അല്ല. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ സഹോദരനാ കിടക്കുന്നത്, എനിക്കൊന്ന് നോക്കാമെന്ന് പറയാം. അദ്ദേഹത്തിന് അത് അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മാറ്റിയെടുത്തത് ഈ ജയരാജൻ എന്ന വ്യക്തിയാണ്. MV ജയരാജൻ ഒപ്പരം പോയിട്ട് അയാളാടുന്ന് ഇവരെ ചതിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ഇപ്പം അനുജനടക്കം ഇവരെ ചതിച്ചുകൊണ്ടിരിക്കില്ലെന്ന് എൻ്റെ ബലമായ സംശയം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തൻ്റെ കിടക്കുന്നത് തൻ്റെ സഹോദരനാണ്. ഇന്നലെ ഇത്രക്കാർ ഇഷ്യൂസ് ഉണ്ടായി. എന്തായാലും അതൊന്ന് ചെറിഞ്ഞ് നോക്കാം, ആ ബോഡി ഒന്ന് സെർച്ച് ചെയ്യാം. ഹൾസില്ല അവർ. ഇനിയും നിങ്ങൾ വേണമെങ്കിൽ സാറിൻ്റെ ആ വീഡിയോസ്, അന്നത്തെ മരണമായ വീഡിയോസ് ഒന്ന് പരിശോധിച്ചാൽ കോടതിക്കൊക്കെ ചെക്ക് ചെയ്യാം. ഒരു ഹൾസും ഇല്ല. പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞാൽ ഹൾസ് ഉണ്ടാവേണ്ട, അതില്ലല്ലോ. അപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. എൻ്റെയും ആശുപത്രിയിൽ അവരെയും പോലീസിൻ്റെയും എൻ്റെയും ഒക്കെ കോളുകൾ, ആശുപത്രിയിൽ മാത്രമല്ല കണ്ണൂർ കളക്ടറേറ്റിൽ പോയിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വണ്ടിക്ക് ട്രെയിൻ വരുന്നതിന് മുമ്പിൽ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതേതറ്റം വരും പോകുന്നു, ഇവിടെ സാറിനെ കൊന്നതാണെന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം പിന്നെ ഇവിടുത്തെ പോയിട്ട് അനുജനോടും ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവർ എന്നെ അവിടുന്ന് ബലമായിട്ട് മാറ്റി. അതിന് മലയാളപ്പുഴ മോഹൻ എന്നൊരു ഡെമ്മി കഥാപാത്രം വന്നിട്ട് അവിടെ നിന്ന് ക്യാമറ വേണം, അത് വേണം, ഇത് വേണം, എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട്, പെൻ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ മൊത്തം ചെക്കപ്പ് ചെയ്തു, എല്ലാം പരിശോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അത്ര വീഡിയോന്നല്ല ഇവരെ പോലെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് MV ജയരാജൻ, പിന്നെ ഗോവിന്ദൻ്റെ മോൻ, ശശി, ദിവ്യ, പിന്നെ പ്രശാന്ത്,
ദിവ്യയുടെ ഭർത്താവ് ഇവരുടെയൊക്കെ കോളുകൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. അന്ന് ഈ അനുജനെ സ്വാധീനിച്ച് ഇത്രയും വിവരക്കേട് ചെയ്തത് ഈ എം വി ജയരാജനാണ്. ഇയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഇവരൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ദിവ്യൻ്റെ വിഷയം ഇടുന്ന പോലെ തന്നെ ഈ ഇത്രയും നമ്മളൊരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അയാളുടെ ആ അഡ്വക്കേറ്റിൻ്റെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാനുള്ളതല്ല. അപ്പോൾ ഈ അഡ്വക്കേറ്റിനെ ഇതിനകത്ത് ഈ ആദ്യത്തെ അഡ്വക്കേറ്റ് നല്ലൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ അവരെ മാറ്റിയിട്ട് ഈ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവരണമെങ്കിൽ ഇയാൾ ആരാ മധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കട്ടെടുത്തു എന്ന് പറഞ്ഞ് കൊന്നു. അത് ഞാനടക്കം കേരള സമൂഹം അതിനകത്ത് തെറ്റ് ചെയ്തവരാണ്. കാരണം ഒരു പാവം മനുഷ്യർക്ക് നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കേണ്ടതാണ്, അവരെ അത്യാവശ്യമായിട്ട് എല്ലാ കാര്യം ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സമൂഹം എത്ര ലജ്ജിക്കുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ആ പാവം മനുഷ്യനായ ആ മധു എന്ന ആ മോനെ കൊന്നിട്ടും ഇവിടുത്തെ അവർ ഇപ്പോഴും നവീൻ ബാബു സാറിനെ കൊന്നുകൊണ്ടേ ഇരിക്കല, അവരെ കുടുംബത്തിനെയും കൊന്നുകൊണ്ടേ ഇരിക്കല. അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ ആരും വിടുക? ഇനിയും തന്നെ ഈ കേരള സമൂഹം ഇതുപോലെ ശ്രീകുമാറിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റിനെ ആരും കണ്ടെത്താൻ പാടില്ല. ആ പാവം മനുഷ്യൻ ADM സാറിന് അതേ രൂപമാണ് ഇവരും. ADMൻ്റെ വൈഫ് പാവം വേടം, അതൊരു പാവം വ്യക്തിയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് തൻ്റെ അനുജൻ സത്യസന്ധനാണ് ഇതിൽ. പക്ഷെ അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് അത് ദൈവത്തിന് അവരുടെ കോളുകൾക്കേ മനസ്സിലാവുള്ളൂ. ആ കോളുകൾ പരിശോധിക്കുമ്പോൾ അവർ എന്താണ് നാടകം കളിച്ചത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ADMൻ്റെ അനുജൻ ഈ കൊലപാതകത്തിൽ അവർ ഈ പാർട്ടീനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടിനെ വിശ്വസിക്കുന്നു ഇൻ ദ സെൻസ് പാർട്ടിയെ ബ്രെയിൻ വാഷ് രക്ഷിക്കാനായിട്ട് അവരെ എന്തെങ്കിലും ഭീഷണി എന്താണെന്ന് എനിക്കറിയില്ല. അനുജനോടുമായിട്ടുള്ള കരാറിൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. പാർട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും ADM സാറിൻ്റെ ഇത്രയും ദൂരെ എന്ന് വന്ന ഒരു ലേഡി ഇത്രയും പറഞ്ഞിട്ട് ADM സാറിൻ്റെ ഒരു ഒന്നും പരിശോധിച്ചിട്ട് ദേഹപരിശോധന നടത്തിയിട്ട് കത്തിച്ചാൽ മതിയായിരുന്നു. അത് തീർത്തിട്ടുണ്ടെങ്കിൽ അന്നേ ആ വിഷയത്തിന് എത്ര രക്ഷ കിട്ടും ആ കുടുംബത്തിന്. അത് പൊന്നു മക്കൾ 2 കുട്ടികൾ. എനിക്ക് അവിടെ നിന്ന് തന്നെ വായിക്കുന്ന സമയത്ത് എന്നെ ഉപദ്രവിച്ചിട്ട് വിടുമ്പോൾ ഞാൻ അവരെ പേടിച്ചിട്ടല്ല ഉപദ്രവിച്ച. എനിക്ക് CPM-നൊന്നും എനിക്ക് ഭയമൊന്നുമില്ല. കൊല്ലുന്നുണ്ട്, ധീരതയോടെ വന്നിട്ട് അവർ കൊന്നോട്ടെ. പക്ഷെ കൊന്നിട്ട് തൂങ്ങി മരിച്ചു, വാഹന അപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നത് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഏതറ്റം വരെ ഞാൻ ഇതിൻ്റെ അകത്ത് പോവും. എനിക്ക് മാഡത്തിനോട് പറയാനുണ്ട്, ADM സാറിൻ്റെ വൈഫിനോട് പറയാനുള്ളത്, ഈ ലോകത്തിൽ ഇനി ആരെയും വിശ്വസിക്കരുത്, സ്വന്തം വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കരുത്. കാരണം ഈ മരണത്തിൽ ഇതിപ്പോൾ അനുജൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഇതുപോലത്തെ ഒരു വക്കീലിനെ വെക്കുമോ? ഇത്രക്കാരും കുറേ കേസിൻ്റെ ഇത് തിരിച്ചിട്ട് പറഞ്ഞതാണ് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആൾ. അയാൾ എത്തിക്സിന് തെറ്റായ രീതിയിൽ വെച്ച് ശരിക്കും അയാൾക്കെതിരെ ബാർ അസോസിയേഷനിൽ കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡ്വക്കേറ്റിനെ വെച്ച് പാവം മേഡത്തിനെ ചതിക്കുക ചെയ്തത്. അപ്പോൾ കുടുംബം അറിയാണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഭീഷണിപ്പെടുത്തുക എന്തോ ചെയ്തിട്ടുണ്ട് അനുജന. അതെന്താണെന്ന് എനിക്കറിയില്ല. പാർട്ടി എന്താണ് ചെയ്തത് അത് അവർക്കറിയുന്ന. മേഡത്തിനോട് ഒന്നും കൂടി ആ കാല് പിടിച്ച് പറയാനുള്ളത്, ആരെയും വിശ്വസിക്കേണ്ട, സുപ്രീം കോടതി പോവുക, ഇനിയും നല്ല അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ഈ കേസ് സത്യസന്ധമായിട്ട് ഡോക്ടറെയും ഇവരെയൊക്കെ നാർക്കോ ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് ഡോക്ടറെ നാർക്കോ ടെസ്റ്റ് ചെയ്താൽ തന്നെ സത്യസന്ധത തെളിയും. ഡോക്ടറെയും കലക്ടറെയും ആ ഷംസുദ്ദീനെയും ഇതിൻ്റെ അകത്ത് ചെയ്ത ഈ MV ജയരാജനടക്കം ഇതിനകത്തേക്ക് വരും. ഇവിടെ ചേച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ ആദ്യം മുതൽ തന്നെ വീണാമണി എന്ന് പറയുന്ന ആള് ആദ്യം മുതൽ തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ് പ്രശാന്തിനെ, ഡോക്ടറെ, കളക്ടറെ, ഇവരെ 3 പേരെയും ഷംസുദ്ദീനെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കണം എന്നുള്ളത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നു എന്നുള്ളതിൻ്റെ പിന്നിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിലൂടെയെങ്കിലും ആ കേസ് തെളിയും എന്നുള്ള അത്രയും ഉറപ്പ് ചേച്ചിക്കുണ്ട്. അപ്പൊ ചേച്ചി തന്നെ പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഇതിനുള്ള തെളിവുകൾ ചേച്ചി ഹാജരാക്കി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് പിന്നെ അവിടെ ഒരു രഹസ്യമൊഴി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പ്രശാന്ത് 2 ഒപ്പിട്ട വീരനാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞില്ലേ പിണറായിക്ക്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു പരാതി. അപ്പോൾ ഇതിൻ്റെ കള്ളത്തരല്ലേ. അപ്പോൾ പിന്നീട് പറയുന്ന അയാൾ 98,500 രൂപ കൊടുത്തു തന്നെ അയാൾ അത് പറയുന്നത്. അപ്പോൾ പറഞ്ഞാൽ ആ പറയുന്ന സ്പോട്ടിന് അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ. അതുപോലെ ആ ക്യാമറാമാനും അവിടെ ഈ ADM സാറിനെ അപകീർത്തിപ്പെടുത്തിയ ഒരു ക്യാമറാമാനുണ്ട്, അയാളെയും ഇതിനകത്ത് ജയിലിൽ അടക്കേണ്ടത്. അത് 2 ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്തുള്ള ദുരൂഹത CPM-ൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഇതുകൊണ്ട് ഇദ്ദേഹത്തിനെ കൊന്നു, കത്തിച്ചു. അതിന് കൂട്ടുനിന്ന് MV ജയരാജ് അനിയനും കൂട്ടുപിടിച്ചു. അതുകൊണ്ട് മാഡം ഇതൊരിക്കലും വിശ്വസിക്കരുത്. അനുജന് എന്തോ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തോ എന്തോ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഭീഷണിപ്പെടുത്തിയാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് അവർക്കേ അറിയുള്ളൂ. അതുകൊണ്ട് മഞ്ജു മാഡത്തിനോട് പറയാനില്ല, ഒന്നും കൂടി ആ കാല് പിടിച്ചിട്ട് ഇതിൽ ഏതറ്റം വരെയും എല്ലാ സമയത്തും മാഡം തന്നെ ഹാജരാവണം. എന്നിട്ട് അവിടെ എന്താണ് കോടതിയിൽ നടന്നതെന്ന് അവിടെ ഒന്ന് പരിശോധിക്കേണ്ടത്, എന്നാലേ ഇത് നേരിട്ട് പോവുള്ളൂ.